മഹാനടൻ ചിരിയുടെ ആശാന് കണ്ണീരോടെ വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു. മലയാളത്തിൻ്റെ അതുല്യ കലാകാരന് വിട നൽകാനായി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ നടക്കും. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നിരിക്കുന്നു. നടൻ സലിം കുമാർ ഇനി ചിരിയോർമ്മയിലേക്ക്. കോമഡി താരമായും സഹനടനായും നടനായും തിളങ്ങിയ അതുല്യ പ്രതിഭ 56-ാം വയസ്സിലാണ് അരങ്ങൊഴിയുന്നത്. സ്വവസതിയായ ലാഫിംഗ് വില്ലയിൽ സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അല്പസമയത്തിനകം സംസ്കാരം നടക്കും. നിലവിൽ പറവൂർ ടൗൺ ഹാളിൽ ആയിരങ്ങളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നത്. ഭൗതികദേഹം ഇപ്പോൾ അവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിരവധി ആളുകൾ, നിരവധി ജനങ്ങൾ, ജനപ്രവാഹം തന്നെയാണ് ആ അതുല്യ കലാകാരനെ അവസാനമായി ഒരു നോക്കി കാണാനായി എത്തിച്ചേർന്നത്. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ ചേർന്നുണ്ട്. സാനു, പൊതുദർശനം പൂർത്തിയായിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ഒരുക്കങ്ങളും പൂർത്തിയായി എന്നറിയാൻ സാധിക്കുന്നു. എപ്പോഴായിരിക്കും, എത്ര മണിക്കായിരിക്കും സംസ്കാരം നടക്കുക? വിഷ്ണു, പറവൂരിലെ ടൗൺ ഹാളിലെ പൊതുദർശനം ആണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. സലികുമാറിൻ്റെ പൊതുദർശനം അല്പസമയം മുമ്പ് സമാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളെ കാണാം. ആ മൃതശരീരം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് നേരെ വാഹനത്തിലേക്ക് കയറ്റി കഴിഞ്ഞാൽ അല്പദൂരം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ളത്. ലാഫിംഗ് വില്ലയിലേക്ക് എത്തിക്കും. അവിടെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുക. സംസ്കാര ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ ഔദ്യോഗിക ബഹുമതികൾ നൽകുമെന്ന് സർക്കാർ അല്പം സമയം മുമ്പ് അതിന് ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റ് മതപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള സംസ്കാരമായിരിക്കും നടക്കുക എന്നുള്ളതാണ്. മലയാളികളെ ഏറെ ചിരിപ്പിക്കും, അതേപോലെ തന്നെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു അതുല്യ കലാകാരൻ്റെ അവസാന യാത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര 56-ാം വയസ്സിൽ സമാപിക്കുമ്പോൾ 56 ചിരി വർഷം കൂടിയാണ് നമുക്ക് സമ്മാനിച്ചിട്ട് ആ അതുല്യ കലാകാരൻ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിട്ടുള്ളത്. ഏതൊക്കെ കഥാപാത്രങ്ങളാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം അനശ്വരമാക്കിയ ഒരു അതുല്യനായിട്ടുള്ള കലാപ്രതിഭ കൂടിയാണ് നമുക്ക് മലയാളികൾക്ക്, മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. എന്തായാലും ആ സംസ്കാര ചടങ്ങുകൾ ഇനിയും അധികം വൈകില്ല. മുൻ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ 3:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ആ വീട്ടിലെത്തി അവിടെ ആ വീട്ടിലും അതേപോലെ തന്നെ ബന്ധുക്കൾക്കും അയൽവാസികൾക്കുമൊക്കെ കാണുന്നതിനുള്ള ഒരു സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സംസ്കാരത്തിലേക്കുള്ള മറ്റു കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. നിലവിലിപ്പോൾ പറവൂരിലെ പൊതുദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ രാവിലെ മുതൽ, അതായത് രാവിലെ ഇവിടെ മൃതദേഹം എത്തിക്കുന്ന സമയത്ത് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു, ശക്തമായിട്ടുള്ള മഴയായിരുന്നു. ആ മഴ പെയ്യുന്നതിനിടയിലും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ സലിംകുമാറിനെ എന്ന മഹാനടനെ, അതുല്യ കലാകാരനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് തടിച്ചു കൂടിയത്. അതേപോലെ തന്നെ പറവൂരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വീട്ടിലേക്ക് എത്തിക്കുന്ന ആ നിമിഷവും വലിയ മഴയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത്രയധികം പ്രതികൂല കാലാവസ്ഥകളൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ആയിരങ്ങൾ ഈ പറവൂർ ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നാട്ടിലുള്ളവർ, അദ്ദേഹം വളർന്ന മണ്ണാണ്, അദ്ദേഹത്തിൻ്റെ കലാജീവിതം തുടങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉറ്റവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ആപാലവൃത്തം ജനങ്ങളും ഈ ഒരു ഹാളിലേക്ക് ഒഴുകി വന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു നിമിഷം ഈ ഒരു ഹാളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ നീണ്ട ഒരു വരിയും നമ്മൾ കണ്ടതാണ്. ഈ ഭാഗത്തെ എല്ലാ റോഡുകളിലേക്കും ആളുകൾ തിങ്ങി നിറഞ്ഞ് ഈ ഹാളിനുള്ളിലേക്കൊന്ന് കയറാൻ വേണ്ടി തടിച്ചുകൂടി നിൽക്കുന്നത് ആ ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ എല്ലാവരും നിറകണ്ണുകളോടെ അവരെ ഒരു വേള ചിരിപ്പിച്ച്, ഒരു വേളയല്ല പല വേളകൾ ചിരിപ്പിച്ച്, തൻ്റെ സ്വരസിദ്ധമായിട്ടുള്ള നർമ്മത്തിലൂടെ മലയാളികളെ കൊടുകൂടെ ചിരിപ്പിച്ചിട്ടാണ് ആ ഒരു ചിരിയോടുകൂടിയുള്ള ആ ഒരു മടക്കമാണ് ഇപ്പോൾ സലിംകുമാർ നടത്തിയിട്ടുള്ളത്. എത്രയൊക്കെ വിഷമതകളുണ്ടെങ്കിലും ആ ചിരിച്ച മുഖവുമായി എത്തുന്ന സലിംകുമാറിനെയും ആ തനിമയാർന്ന തൻ്റേതായിട്ടുള്ള നർമ്മം മലയാളികൾക്ക് സമ്മാനിച്ച ഒരാളാണ്. ആ ഒരു തമാശ എന്താണ് എന്നുള്ളത്
തൻ്റേതായിട്ടുള്ള ശൈലിയിൽ അവതരിപ്പിച്ച ഒരു അതുല്യ കലാകാരൻ കൂടിയാണ് സലിംകുമാർ. പലപ്പോഴും ഹാസ്യം എന്നുള്ളത് കടം കൊള്ളലാവുന്നു, അതേപോലെ തന്നെ പലരെയും അനുകരിക്കലൊക്കെ ആയി മാറുന്ന കാലഘട്ടത്തിലാണ് തൻ്റേതായിട്ടുള്ളൊരിടം, തൻ്റേതായിട്ടുള്ളൊരു ശൈലി, ആ ശൈലി മലയാളികൾക്ക് സമ്മാനിച്ചുകൊണ്ട് മലയാളികളെ ഏറെ ചിന്തിപ്പിക്കുകയും കൂടി ചെയ്തിട്ടുള്ള ഒരു മഹാകലാകാരനാണ് സലിംകുമാർ. സലിംകുമാറുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളവർ പറയുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ ചേരികളിൽ നിൽക്കുമ്പോഴും ഈ വൈകുന്നേര ചർച്ചകളിൽ, അതായത് ഈ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി പതിവായിട്ട് കാണുന്നവർ, അത് മറ്റ് എതിർ പാർട്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരായിരിക്കും. അങ്ങനെ കാണുന്നവരെ ഒരു ദിവസം കാണാതെ വന്നാൽ കൃത്യമായിട്ട് വിളിച്ചന്വേഷിക്കുകയും എന്തുകൊണ്ട് വന്നില്ല എന്ന് അന്വേഷിക്കുകയും അവരെ തിരികെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അതേ ചർച്ച അവിടെ ഉണ്ടാവുകയും തല്ലുകൂടുകയും അതിൽ പള്ളു പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യനായിരുന്നു ഈ സലിംകുമാർ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഈ നാട്ടിലെ ജനങ്ങളെ അറിയുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ തന്നെ ഈ മലയാളികൾക്കിടയിൽ വലിയ തമാശകൾ പറഞ്ഞ് ഹൃദയത്തിൽ കൂടുകൂട്ടിയ ഒരു കലാകാരനാണ് ഈ 56ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കലാജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം യാത്രയാവുന്നത്. വിഷ്ണു, സാനു സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയിൽ ചിരിച്ച എന്നാൽ ജീവിതത്തിൽ ചിരിക്കാൻ പറ്റാതെ പോയെന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ആ ഒരു വാക്കുകൾ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മ വരുന്നത്. എന്നാൽ കൂടിയും ഇത്രത്തോളം അതുല്യ കലാകാരനായ അദ്ദേഹം വിട പറയുമ്പോൾ ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം തന്നെയാണ്. നേരത്തെയും നിരവധി കലാകാരന്മാർ നമ്മളെ വിട്ടുപോയിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സലിംകുമാർ എന്നുള്ള മഹാപ്രതിഭ വിട്ടുപോകുമ്പോൾ അതൊരു നഷ്ടമായി മാറുമ്പോൾ നിരവധി ആളുകൾ തന്നെയാണ് ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുദർശനത്തിനായി അവസാനമായി ഒരു നോക്ക് കാണാനായി അദ്ദേഹത്തെ കണ്ടു മടങ്ങിയത്. ഒരുപക്ഷെ ഇനിയും മലയാള സിനിമയ്ക്ക് നിരവധി കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ലഭിക്കുമായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും നിരവധി, അതായത് ഹാസ്യ കലാകാരൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഹാസ്യ താരം എന്നുള്ള നിലയിൽ കടന്നു വരുന്നു, നാടകത്തിലൂടെയും അങ്ങനെ തന്നെ കടന്നു വരുന്ന ഒരാൾ. സിനിമാ മോഹവുമായിട്ട് അദ്ദേഹം മഹാരാജാസ് കോളേജിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് സിനിമയിലേക്ക് കാല് വയ്ക്കുന്നു. അതിനുശേഷം മലയാളികൾ കണ്ടത് മറ്റൊരു സലിംകുമാറിനെയാണ്. കാരണം നമ്മൾ അല്പസമയം മുമ്പ് സൂചിപ്പിച്ചതുപോലെ കടം കൊള്ളാത്ത നർമ്മവുമായിട്ട് ചിരിക്കുന്ന മുഖവുമായിട്ട് എത്തിയ ഒരാളാണ് സലിംകുമാർ. ആ ഒരു സലിംകുമാറിൻ്റെ തമാശ, ആ ഒരു നർമ്മം, അത് എത്രത്തോളം മലയാളികൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോഴും നമ്മൾ ഈ ന്യൂജൻ സംവിധാനത്തിലൂടെ നോക്കുമ്പോൾ ഈ ട്രോളുകളിൽ പോലും ഇന്നും നിറഞ്ഞു നിൽക്കുന്നു സലിംകുമാറിൻ്റെ മുഖങ്ങൾ, സലിംകുമാറിൻ്റെ കഥാപാത്രങ്ങൾ. അങ്ങനെയെങ്കിൽ അത്തരം സലിംകുമാറിൻ്റെ കഥാപാത്രങ്ങൾ അത് കൽപ്പാന്ത കാലത്തോളം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത, അതാണ് സലിംകുമാർ എന്ന് പറയുന്ന ഒരു കലാകാരനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കടം കൊള്ളാതെ തൻ്റേതായിട്ടുള്ള ശൈലി മലയാളികൾക്ക് സമ്മാനിച്ച ആ അതുല്യ കലാകാരൻ എന്നാണ് നമ്മൾ സലിംകുമാറിനെ വിശേഷിപ്പിക്കേണ്ടത്. അത്രയേറെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ ഉണ്ടായിട്ടും തനിക്കൊരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവഗണിച്ച് വിട്ടവിടത്ത് തനിക്ക് പറ്റുമെന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്ത ഒരു കലാകാരൻ. എന്തുകൊണ്ട് സാധിക്കില്ല എന്ന്, അതായത് തൻ്റെ കുടുംബത്തിൽ തൻ്റെ അമ്മയോട് പോലും പറഞ്ഞു തനിക്കൊരു നടനാവണം എന്ന് പറഞ്ഞ സമയത്ത് നിനക്ക് എങ്ങനെ ആവാൻ സാധിക്കുമെടാ എന്ന് ചോദിച്ചിട്ട് ഉള്ളൊരു സന്ദർഭം, അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയ സമയത്ത് പോലും സലിംകുമാർ അത് വളരെ സ്വന്തം അമ്മ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെ വളരെ തമാശപൂർവ്വം അവതരിപ്പിച്ചു. ആ അമ്മയ്ക്ക് മുന്നിൽ ഞാനിന്ന് സമർപ്പിക്കുന്നു എനിക്ക് കിട്ടിയ ദേശീയ പുരസ്കാരം എന്ന് പറഞ്ഞു സലിംകുമാറിൻ്റെ മുഖവും നമ്മൾ മലയാളികൾ ആരും മറന്നിട്ടുണ്ടാവില്ല. അങ്ങനെ എന്ത് പറ്റില്ല എന്ന് പറഞ്ഞോ അത് കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അത് ലോകത്തിന് കാണിച്ചു കൊടുത്ത, അത് ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞ ഒരു കലാകാരനാണ് സലിംകുമാർ. സാധാരണക്കാരിലൂടെ വളർന്നു വന്ന കലാകാരൻ. അങ്ങനെ നേട്ടങ്ങളുടെ ഓരോ പടികൾ ചവിട്ടി മുന്നോട്ട് പോകുമ്പോഴും തൻ്റെ നാടിനെയും തൻ്റെ പശ്ചാത്തലത്തെയും തൻ്റെ പിൻകാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻപ് സംഭവിച്ചിരുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാൾ. ഈ പലപ്പോഴും സിനിമാ ലോകം എന്ന് പറയുന്നത് തലക്കനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. അങ്ങനെ ഒരു തലക്കനം എന്ന് പറയുന്ന ഭാഷയിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഒരു കാര്യങ്ങളുമില്ലാതെ സാധാരണക്കാർക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ആര് വിളിച്ചാലും ആർക്കൊപ്പം നിന്ന് ചിരിച്ച് സംസാരിച്ച് പോകുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു കലാകാരനാണ് പറവൂരിനും മലയാളത്തിനും അതേപോലെ തന്നെ ഇന്ത്യൻ സിനിമയ്ക്കും ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഈ പറവൂരിലെ പൊതുദർശനം പൂർത്തിയാക്കി ഭൗതികദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തിക്കും. അവിടെ ആണ് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാരമെന്ന് സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അതിന് ആ വീട്ടിലും നിരവധി ആളുകൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കളും അതേപോലെ തന്നെ ബന്ധുക്കളടക്കം വലിയൊരു ജനസഞ്ചയം പറവൂരിലെ ലാഫിംഗ് വില്ലയിലുമുണ്ട്. അവിടുത്തെ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും സംസ്കാരത്തിലേക്ക് കടക്കുക. അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകൾ
ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിഷ്ണു, സാനു സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള നിമിഷങ്ങൾ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഔദ്യോഗിക ബഹുമതികളോട് കൂടി തന്നെയാണ് അദ്ദേഹത്തിന് അവസാന മടക്കയാത്ര കലാകേരളം സമ്മാനിക്കുന്നത്. എന്നിരുന്നാൽ കൂടിയും അദ്ദേഹത്തിൻ്റെ കലാജീവിതം നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹാസ്യത്തിലൂടെ വന്ന് അദ്ദേഹം സ്വഭാവ നടനായി അരങ്ങ് തകർത്ത ഒരു കാലം അത് മറക്കാനാകില്ല. പ്രത്യേകിച്ചും ആദാമിൻ്റെ മകൻ അബു, പിന്നീട് അച്ഛൻ ഉറങ്ങാത്ത വീട്, അതിനുശേഷം ഒടുവിലത്തെ ജൂതൻ തുടങ്ങിയ നിരവധി സിനിമകൾ അത്തരത്തിൽ സ്വഭാവ നടനായി അദ്ദേഹം തിളങ്ങി എന്നുള്ളതാണ്. ഒരുപക്ഷെ അതുവരെ കണ്ട സലീം കുമാറിൻ്റെ നർമ്മമായിരുന്നില്ല പിന്നീട് കണ്ട സലീം കുമാറിലെ ശരിയായ അഭിനയ പ്രതിഭ എന്നുള്ളൊരു കാര്യം. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നിരവധി കഥാപാത്രങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ അപ്പാടെ നിലയുറച്ചു കഴിഞ്ഞു. അത്തരം ഒരു മഹാപ്രതിഭ വിടവാങ്ങുമ്പോൾ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമാ ലോകത്തിന് നഷ്ടം തന്നെയാണ്. ഒരുപക്ഷെ തമിഴ് സിനിമയിലടക്കം തൻ്റെ അഭിനയ പ്രതിഭ അദ്ദേഹം തെളിയിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. അത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. ഈ വരുന്ന ആളുകൾ, ഇനി ഒരു നോക്ക് കാണാനായി വരുന്ന ആളുകൾ പോലും ഇപ്പോഴും മനസ്സിൽ ഓർക്കുന്നത് അത്തരം കഥാപാത്രങ്ങൾ തന്നെയല്ലേ. സാനുവിലേക്ക് വരാം. എന്തായാലും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അവസാനവട്ട യാത്രയിൽ കലാകേരളത്തിൻ്റെ യാത്രയപ്പിനായി കാത്തിരിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സലീം കുമാർ. മലയാളികളെ ചിരിപ്പിച്ച്, ചിന്തിപ്പിച്ച്, കരയിപ്പിച്ച് കടന്നു പോകുന്ന പ്രിയ താരത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി ആളുകളാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സാനു ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. സാനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് മറക്കാനാകാത്ത ഒരുപിടി കഥാപാത്രങ്ങൾ അത് തന്നെയല്ലേ ഇപ്പോഴും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിരിച്ച മുഖം. തീർച്ചയായിട്ടും വിഷ്ണു, അങ്ങനെ തന്നെയാണ്. തിരിച്ചടികളെ നോക്കി ചിരിച്ച സലീം കുമാർ എന്ന് പറയാനാണ് മലയാളി പ്രേക്ഷകർ അല്ലെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കാരണം പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് പതറും. പതറുമ്പോൾ നമ്മൾ പിന്നീട് ആ വഴിക്ക് പോകാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ആ തിരിച്ചടികളെ നോക്കി ചിരിക്കുകയും ആ തിരിച്ചടികൾ ഉണ്ടാക്കിയെടുത്ത വിജയം കൊയ്ത ഒരു മഹാനടനാണ് സലീം കുമാർ. ഒരിക്കൽ തള്ളിക്കളഞ്ഞവർ പോലും ആരാണോ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത്, ആ തള്ളിപ്പറഞ്ഞവരാ ആദരിക്കപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് സലീം കുമാർ. ചിരിയാണ് തൻ്റെ ദൈവമെന്ന് പ്രഖ്യാപിച്ച ഒരാളാണ് സലീം കുമാർ. അങ്ങനെ ആ സലീം കുമാർ ആ അതുല്യനായിട്ടുള്ള കലാപ്രതിഭ വിടവാങ്ങുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ ഒരു വിടവ് അത് നികത്താനാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കടം കൊള്ളുന്ന ഹാസ്യത്തിൽ നിന്ന് മാറി തൻ്റേതായിട്ടുള്ള ശൈലി ഉണ്ടാക്കുന്നവർ എത്ര പേരുണ്ട് എന്ന് നമ്മളിപ്പോൾ ഒന്ന് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. പലർക്കും അത് സാധിക്കാറില്ല. തൻ്റേതായിട്ടുള്ളൊരു ശൈലി ഈ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും സാധിക്കാറില്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു വേളയിൽ അങ്ങനെ ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ ഈ മേഖലയിലുള്ളപ്പോഴാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിക്കൊണ്ട് തൻ്റേതായിട്ടുള്ളൊരു ശൈലി അവലംബിച്ച് മലയാള സിനിമയിലേക്ക് പിച്ചവെച്ച ആ ഒരു സലീം കുമാർ എന്ന് പറയുന്ന സാധാരണക്കാരൻ, ആ പറവൂരുകാരൻ അവിടെ നിന്ന് ഈ ഒരു 56 വർഷത്തെ ചിരി ലോകം നമുക്ക് സമ്മാനിച്ചുകൊണ്ട് ഇന്ന് യാത്രയാവുന്നത്. പലവട്ടം നമ്മെ പൊട്ടിച്ചിരിപ്പിക്കുകയും പിന്നെ കരയിക്കുകയൊക്കെ ചെയ്താണ് സലീം കുമാർ ഈ ഒരു കലാസബരിയ ഇങ്ങനെ ഈ 56 വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനിയും ഒരുപക്ഷെ അദ്ദേഹം നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും നിരവധി കഥാപാത്രങ്ങൾ നമുക്ക് ഓർമ്മിക്കാനായിട്ട്, നമുക്ക് ചിരിക്കാനായിട്ട്, നമുക്ക് ചിന്തിക്കാനായിട്ടൊക്കെ പറ്റുന്ന പാകത്തിലുള്ള നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയതിനെ അതിനൊന്നും സാധിക്കാതെയാണ്, അത്തരത്തിലുള്ള ഒരു അവസരം പോലും നമുക്ക് തരാതെയാണ് സലീം കുമാർ എന്ന് പറയുന്ന ആ ഹാസ്യ കഥാപാത്രം നമ്മളിലൂടെ നിന്നും വിട്ടുപോകുന്നത്. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ തുടക്കപ്പെട്ട സലീം കുമാർ അച്ഛൻ ഉറങ്ങാത്ത വീട്, ആദാമിൻ്റെ മകൻ, അബു, പെരുമഴക്കാലം എന്നീ സിനിമകളിൽ ഉൾക്കാമ്പുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എത്രത്തോളം വ്യത്യസ്തനായി എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. കാരണം തമാശകൾക്കപ്പുറം ജീവിതഗന്ധികളായിട്ടുള്ള കഥാപാത്രങ്ങളെ സ്ക്രീനിലെത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. ആ പേരുകൾ ഇന്നും നമ്മൾ പലപ്പോഴും പല പേരുകളും സലീം കുമാർ എന്ന് പറയുന്ന കലാകാരൻ അനശ്വരമാക്കിയിട്ടുള്ള കഥാപാത്രങ്ങളുടെ പേരുകൾ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. കാരണം ഓരോ നിമിഷവും അഭിനയിച്ചു കൂട്ടിയ നർമ്മരംഗങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട്.
അതൊക്കെ തന്നെയാണ് ഈ സലിംകുമാർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു നടനെ ആ മലയാളികൾ ഇത്രത്തോളം ഹൃദയത്തിലേറ്റാൻ കാരണം. ഈ പല വാക്കുകളും അദ്ദേഹം പല സിനിമകളിൽ ഉപയോഗിച്ചിട്ടുള്ള പല വാക്കുകളും ഇന്നും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പലപ്പോഴും പ്രമുഖ വ്യക്തികളൊക്കെ അവർ മരണപ്പെടുമ്പോൾ അവരുടെ ആദരാഞ്ജലികളൊക്കെ നമ്മുടേതായിട്ടുള്ള ഭാഷയിലൊക്കെ നേരാറുണ്ടെങ്കിലും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സലിംകുമാർ അവതരിപ്പിച്ച സലിംകുമാർ അഭിനയിച്ച് അനശ്വരമാക്കിയ കഥാപാത്രങ്ങൾ എന്തൊക്കെയാണോ ആ ഡയലോഗുകളായി പറഞ്ഞത്, ആ വാക്കുകളാണ് പലരുടെയും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, അത്തരത്തിലുള്ള ആ ഒരു ഇടപെടൽ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം സലിംകുമാർ ജനഹൃദയങ്ങളിൽ അല്ലെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിരിയിൽ പൊതിഞ്ഞ് വലിയ സത്യങ്ങൾ തുറന്നടിക്കാൻ മടിയില്ലാത്ത ഒരാൾ കൂടിയാണ് സലിംകുമാർ. പലപ്പോഴും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തായിക്കോട്ടെ, അങ്ങനെ ഏത് സമയത്തായിക്കോട്ടെ, വലിയ കലുഷിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും അതിനെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതിനെ കുറുക്കിക്കൊള്ളുന്ന വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞിരുന്ന ഒരു വ്യക്തി കൂടിയാണ് സലിംകുമാർ. തൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളൊക്കെ പലപ്പോഴും വ്യക്തമാക്കുന്ന ഇത്തരത്തിലുള്ള ചിരി കലർന്ന ഭാഷയിലൂടെ, നർമ്മം കലർന്ന ഭാഷയിലൂടെ, നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലൂടെ അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒന്നും പൊതിഞ്ഞു വയ്ക്കാതെ തൻ്റേതായിട്ടുള്ള ശൈലിയിൽ അവതരിപ്പിക്കുന്ന ഒരു രീതി, അത് മലയാള സിനിമയിലേക്ക് എത്തിച്ചു നൽകിയ ഒരു കലാകാരനാണ് സലിംകുമാർ. പേര് കേട്ട് ജാതി തിരിച്ചറിയരുത് എന്ന് കണ്ടിട്ടാണ് സലിം എന്നുള്ളൊരു പേര് അദ്ദേഹത്തിന് അച്ഛൻ നിർദ്ദേശിച്ചത്. പിന്നീട് സ്കൂൾ പഠനകാലത്താണ് കുമാർ എന്ന പേരും കൂടി അധ്യാപകർ ചേർത്ത് വയ്ക്കുന്നത്. ഇപ്പോൾ ആ സലിംകുമാറിൻ്റെ അന്ത്യയാത്രയിലും മതപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകൾ വേണ്ട എന്ന് സലിംകുമാർ നേരത്തെ നിർദ്ദേശം നൽകി. അത് തന്നെ ആ കുടുംബം ശിരസ വഹിക്കുകയാണ്. അവർ മതപരമായിട്ടുള്ള ചടങ്ങുകൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ നിരവധി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതിനാൽ അദ്ദേഹം അഭിനയത്തിൽ നിന്ന് അത്ര സജീവമല്ലായിരുന്നെങ്കിൽ പൊതുരംഗങ്ങളിൽ സലിംകുമാറിൻ്റെ കുറുക്കിക്കൊള്ളുന്ന വാക്കുകളൊക്കെ നമ്മൾ കേട്ടതാണ്. അത് രാഷ്ട്രീയ വേദികളിൽ കേട്ടു, അതേപോലെ തന്നെ പല ഘട്ടങ്ങളിൽ നമ്മൾ കേട്ടു. അങ്ങനെ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു വാക്ചാതുര്യമുള്ള വ്യക്തി നമ്മളിൽ നിന്നും അകന്നിരിക്കുകയാണ്. 56 വർഷത്തെ കലാജീവിതം, 56 വർഷത്തെ ചിരികൾ സമ്മാനിച്ച സലിംകുമാർ ഇപ്പോൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വസതിയായിട്ടുള്ള ലാഫിംഗ് വില്ലയിൽ എത്തിക്കും. അവിടെ വെച്ച് ബാക്കിയുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതി നൽകുന്നതോടുകൂടി ആ സംസ്കാരത്തിലേക്ക് കടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വിഷ്ണു.